അതും 10ാം തരം വരെയുള്ള അത് CBSE ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമുക്ക് ഏകദേശം ഒരു 5 to 10 വരെ ക്ലാസ്സസ് ഉള്ള CBSE ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കിട്ടും. ഹായ് ഓൾ, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം തൊട്ട് നമ്മൾ റെയിൽവേ പരീക്ഷകളിൽ റെയിൽവേ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു പോസ്റ്റിൻ്റെ പേരാണ് CCCTS അഥവാ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ. പുതുതായിട്ട് വന്നിട്ടുള്ളൊരു പോസ്റ്റാണ്. അതും റെയിൽവേയുടെ RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവലിന് അണ്ടറിൽ വരുന്നൊരു പോസ്റ്റാണ്. പേ ലെവൽ 6 വരുന്നൊരു പോസ്റ്റ് കൂടിയാണ്. അതായത് ഒരു ഹയർ പോസ്റ്റ് കൂടിയാണ് ഈ പറയുന്ന ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഈ ഒരു പോസ്റ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് എന്തൊക്കെയാണ് ഇതിൻ്റെ ജോബ് പ്രൊഫൈൽ വരുന്നതെന്നും എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ്, സാലറി സ്ട്രക്ചർ എന്താണ്, കൂടാതെ തന്നെ നമുക്ക് ഏത് എക്സാം ക്രാക്ക് ചെയ്താൽ, എങ്ങനെ ക്രാക്ക് ചെയ്താൽ, എന്തൊക്കെയാണ് എക്സാം പാറ്റേണുകൾ, ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം പോസ്റ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഇതൊരു റെയിൽവേയുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ വരുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ ഈ പറയുന്ന ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ. അത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ മാത്രമല്ല, നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് വഴിയും ഈ ഒരു പോസ്റ്റിലേക്ക് ചെയ്യപ്പെടാറുണ്ട്. അതിൽ ഏകദേശം ഒരു 17% നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ വരുന്നതാണ് ഈ ഒരു പോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് റെയിൽവേ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു CCTS നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റും ചോദിച്ചു കഴിഞ്ഞാൽ അത് റെയിൽവേ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ വരുന്നതാണ്. ഇനി ക്വാളിഫിക്കേഷൻ നോക്കിയാൽ ഗ്രാജുവേറ്റ് ആണ്. അതായത് എനി ഡിഗ്രി ഹോൾഡേഴ്സിന് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിൽ വരുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്കും ഈ പറയുന്ന പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിജിബിൾ ആയിരിക്കും. ഇനി ഏജ് ലിമിറ്റ് വരുമ്പോഴാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വരെ നമുക്ക് 18 to 36 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് COVID-19 പാൻഡമിക് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് അവർ നമ്മൾ അപ്പർ ഏജ് ലിമിറ്റ് 3 വർഷം കൂടെ കൂട്ടി തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്രാവശ്യത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ കാര്യം നമുക്ക് വന്നിട്ടില്ല. ഏകദേശം ഒരു സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായിരിക്കും നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടില്ല, ഗ്രാജുവേറ്റ് ലെവൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രാവശ്യത്തെ ആദ്യത്തെ എക്സാമായ RRBയുടെ ടെക്നീഷ്യൻ എക്സാം വന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 18 to 36 ആയിരുന്നു ടെക്നീഷ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ അത് 18 to 33, അതായത് ആ 3 വർഷം അവർ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റെയിൽവേ NTPCയും പ്രതീക്ഷിക്കാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രാജുവേറ്റ് ലെവല് 18 to 33 ഇയേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് 33 വയസ്സ് വരെ ആയിരിക്കും മാക്സിമം ലിമിറ്റ് വരാൻ സാധ്യത. നെക്സ്റ്റ് ഏജ് റിലാക്സേഷൻ. ഏജ് റിലാക്സേഷൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. ഇനി PWBD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 10 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അതുകൂടാതെ എക്സ് സർവീസ് മെന്നിനും നമുക്ക് ഏകദേശം ഒരു 3 വർഷത്തെ റിലാക്സേഷൻ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വിഡോ, അതുപോലെ ജുഡീഷ്യലി സെപ്പറേറ്റഡ്, അതുപോലെ റീമാരിഡ് ചെയ്യാത്ത ജുഡീഷ്യലി സെപ്പറേറ്റ് ആയിട്ടുള്ള വിമനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഏകദേശം ഒരു 5 വർഷം, അതായത് UR ഒരു 38 വയസ്സ് വരെയും ഒക്കെ നമുക്ക് 35 വയസ്സ് വരെയും 38 വയസ്സ് വരെയൊക്കെ നമുക്ക് റിലാക്സേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന ഏജ് റിലാക്സേഷൻ. ഓർത്ത് വെച്ചേക്കുക, നോക്കിയേക്കുക. നെക്സ്റ്റ് ഇനി സാലറിയാണ്. സാലറി വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് 7th പേ കമ്മീഷൻ്റെ അണ്ടറിൽ വരുന്ന ലെവൽ 6 പോസ്റ്റാണ്. ഇത് എൻ്റെ ബേസിക് പേയ്മെൻ്റ് എന്ന് പറയുന്നത് 35,400 ആണ്. ടു 1 lakh പ്ലസ് ആണ് നമുക്ക് വരിക. 1 lakh പ്ലസ് ആണ് ഇതിൻ്റെ ഒരു ബേസിക് പേയ്മെൻറ്റ് വരുന്നത്. അതുകൂടാതെ ഇത് ബേസിക് പേയ്മെൻ്റ് ആണല്ലോ, അതുകൂടാതെ നമുക്ക് വരുന്ന അലവൻസ് കാര്യങ്ങളാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. DA ഉണ്ട്, DRNS അലവൻസ് ഉണ്ട്, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്. ഹൗസ് റെന്റ് അലവൻസ് ഓരോ സിറ്റി പ്രകാരമാണ് നമുക്ക് വരിക. ഇപ്പോൾ മെട്രോ സിറ്റിക്ക് ഒന്നായിരിക്കും, റൂറൽ ആകുമ്പോൾ ഒന്ന് വരും, അർബൺ ആകുമ്പോൾ ഒന്ന് വരും. അങ്ങനെ
നമുക്ക് ഹൗസ് റെന്റ് അലവൻസ് അത് മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ടായിരിക്കും, നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ഉണ്ടായിരിക്കും. നൈറ്റ് ഡ്യൂട്ടി നമ്മൾ എക്സ്ട്രാ എടുക്കുന്ന ഡ്യൂട്ടി കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന് നമുക്ക് സെപ്പറേറ്റ് അലവൻസ് ഉണ്ടായിരിക്കും. ഇനി ഓവർ ടൈം, അതായത് നമ്മൾ ഇപ്പോൾ 8 മണിക്കൂറാണ് ജോലിയെങ്കിൽ നിങ്ങൾ 10 മണിക്കൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓവർ ടൈം അലവൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. കൂടാതെ ലീവ് ട്രാവൽ കൺസെഷനും ഇതിന് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഇത് മാത്രമല്ല വേറെ കുറേ കാര്യങ്ങൾ, കുറേ ഫെസിലിറ്റീസും കൂടെ പറയുന്നുണ്ട്, അത് ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നമ്മുടെ ഇൻഹാൻഡ് സാലറി എന്ന് പറയുന്നത് 65K to 70K ആണ് ഇതിൻ്റെ ഇൻഹാൻഡ് സാലറി വരുന്നത്. അതായത് 70,000 രൂപ അപ് ടു 70,000 രൂപ വരെ ആണ് നമുക്ക് മന്ത്ലി നമ്മുടെ കയ്യിൽ ഇൻഹാൻഡ് നമുക്ക് കിട്ടുന്നത്. എല്ലാം ഡിഡക്ഷനും അതുപോലെ നമ്മുടെ അലവൻസും എല്ലാം കഴിഞ്ഞിട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അറിയണം. മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് B2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. B2 വരുമ്പോഴത്തേക്കും നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ബാക്കി എല്ലാ ആസ്പെക്ട്സും നോക്കുവാണെങ്കിൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അതുകൂടാണ്ട് നമുക്ക് വിഷൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകം പറയുന്നുണ്ട്. അതിൽ നമുക്ക് ഒട്ടും തന്നെ എന്താണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും ഒട്ടും തന്നെ നമ്മൾ ടെൻഷൻ അടിക്കാൻ പറ്റാത്ത ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ലാത്ത ഒരു പോസ്റ്റാണ് ഈ പറയുന്ന B2 സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CCTS പോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഡിസ്റ്റൻസ് വിഷൻ പറയുന്നത് 6/9, 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. അതായത് കണ്ണട വെച്ചിട്ടായാലും കണ്ണട വയ്ക്കാതെ ആയിരുന്നാലും 6/9, 6/12 ആണ്. പിന്നെ പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത് 4D എക്സീഡ് ചെയ്യാൻ പാടില്ല. നിയർ വിഷൻ എന്ന് പറയുന്നത് 0.6 SN ആയിരിക്കണം. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. വെൻ റീഡിംഗ് ഓർ ക്ലോസ് വർക്ക് ഈസ് റിക്വയർഡ് ആൻഡ് മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ ഫീൽഡ് ഓഫ് വിഷൻ, ബൈനോക്കുലർ വിഷൻ, ഇതൊക്കെ നമ്മൾ പാസ് ആവുകയും ചെയ്തിരിക്കണം. ഇതൊരു ക്ലറിക്കൽ പോസ്റ്റ് നമുക്ക് പറയാം. ക്ലറിക്കൽ ആണ് നമുക്ക് വരുന്നത്. പണ്ട് നമ്മുടെ കഴിഞ്ഞ വർഷം വരെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്നുള്ളത് എടുത്ത് മാറ്റിയിട്ടാണ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞ പോസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം ഒരു ക്ലർക്ക് പോസ്റ്റ് തന്നെയാണ്. അതായത് നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്യുക, ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നോക്കുക, ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ ജോബ് വരുന്നത്. അപ്പം ഇതൊരു ഒരു ക്ലോസ് വർക്കാണ്, റിക്വയർഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഫീൽഡ് വിഷനും അതുപോലെ ബൈനോക്കുലർ വിഷനും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് പാസ്സായിരിക്കണം. പക്ഷേ വിഷൻ്റെ കാര്യത്തിൽ വേറെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ വിഷൻ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതുമാണ്. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റിങ്ങിന് ശേഷം ആദ്യം ഒരു ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഇതൊരു 6 മന്ത് ട്രെയിനിങ് ആണ്. 6 മന്തിൻ്റെ ട്രെയിനിങ് ആണ് ഉണ്ടാവുക. 6 മന്ത് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരു ഇന്റേണൽ എക്സാം ഉണ്ടായിരിക്കും. ട്രെയിനിങ് റിലേറ്റഡ് എക്സാം ആണ്, ഇന്റേണൽ എക്സാം ആണ്. ആ എക്സാം പാസ്സായാൽ മാത്രം പോസ്റ്റിംഗ് ചെയ്യും. അപ്പോൾ ഇതിന് ഈ ഒരു ട്രെയിനിങ് പീരീഡ് നമുക്കൊരു സ്റ്റൈഫൻഡ് ഉണ്ടായിരിക്കും. ഏകദേശം 50K അടുപ്പിച്ച് 50K പ്ലസ് നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടും. 50K സ്റ്റൈഫൻഡോട് കൂടിയാണ് ട്രെയിനിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ട്രെയിനിങ്ങിനകത്ത് എന്താണോ നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ഒരു എക്സാം നമ്മൾ ക്ലിയർ ചെയ്താലേ പോസ്റ്റിലേക്ക് അവർ പോസ്റ്റിംഗ് നമുക്ക് തരത്തുള്ളൂ. ഇനി അടുത്ത് പോസ്റ്റിംഗ് ഡീറ്റെയിൽസ് ആണ്. എവിടേക്കാണ് പോസ്റ്റിംഗ് കിട്ടുക? ഒന്നിൽ നമുക്ക് സ്റ്റേഷനിൽ കിട്ടും. സ്റ്റേഷനിൽ ഡെപ്യൂട്ടി കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ഇൻസ്പെക്ടറായിട്ട് നമുക്ക് പോസ്റ്റിംഗ് കിട്ടാറുണ്ട്. അതല്ലെങ്കിൽ ചീഫ് ബുക്കിംഗ് അതുപോലെ പാഴ്സൽ ഗുഡ്സ് ക്ലർക്കായിട്ട് പോസ്റ്റിംഗ് കിട്ടാറുണ്ട് സ്റ്റേഷൻ വൈസ്. ഇനി DRM ഓഫീസിൽ നമുക്ക് കിട്ടാറുണ്ട്. DRM ഓഫീസിലാണെങ്കിൽ ചീഫ് കൊമേഴ്ഷ്യൽ ക്ലർക്കായിട്ടാണ് നമുക്ക് DRM ഓഫീസിൽ നമുക്ക് കിട്ടുക. ഓക്കെ, അതായത് റെയിൽവേ മാനേജ്മെൻറ്റ് ഓഫീസാണ്. ഇനി ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 8 hours ആണ് വർക്കിംഗ് അവേഴ്സ്, 8 മണിക്കൂർ വർക്കിംഗ് അവേഴ്സ്. കൂടാതെ നൈറ്റ് ഷിഫ്റ്റുകൾ എന്തായാലും ഉണ്ടാവാൻ ചാൻസുകളുണ്ട്. ഓക്കെ, നൈറ്റ് ഷിഫ്റ്റ് കാണും. നെക്സ്റ്റ് ജോബ് പ്രൊഫൈലാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത്? ഓവർസീയിങ് ടിക്കറ്റ് സെയിൽസ്, അതായത് എത്ര ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടുണ്ട്, എത്രയാണ് ബാക്കിയുള്ളത്, അങ്ങനെയുള്ള കുറേ ടിക്കറ്റ് സെയിലുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ എല്ലാം കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ജോബാണ്. അതുപോലെ തന്നെ റവന്യൂ കളക്ഷൻ, എത്രയാണ് റവന്യൂ വന്നിട്ടുള്ളതിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കറക്റ്റ്ലി അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രോഡ് പ്രിവെൻഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്, കസ്റ്റമർ സർവീസ് കറക്റ്റ് ആക്കുന്നത്, സ്റ്റാഫ് മാനേജ്മെൻറ്റ്, ടിക്കറ്റ് ചെക്കിംഗ്, ഇതൊക്കെ CCTSൻ്റെ ജോബ് പ്രൊഫൈലാണ്. അപ്പോൾ ഇതിലുപരി നമുക്ക് ഒരു സ്റ്റേഷനിൽ വന്നിട്ടുള്ള ഒരു ക്ലർക്കിൻ്റെ ജോബ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ വരുന്ന കസ്റ്റമറിനെ നമുക്ക് ടിക്കറ്റ് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യേണ്ടി വരും. ഈവൻ ഇനി ട്രെയിനിനകത്ത് വരെ നമുക്ക് ഈ ഒരു സംഭവം ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോ ജോബും ഓരോ സ്റ്റേഷൻ വൈസ് അത് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കരിയർ ഗ്രോത്ത് ആണ്. കരിയർ ഗ്രോത്ത് നോക്കിക്കേ,
ആദ്യം CCTS ആയിട്ടായിരിക്കും ആദ്യം പോസ്റ്റിംഗ് ഉണ്ടാവുക. ഇതൊരു ഗ്രൂപ്പ് C പൊസിഷനാണ്. CCTS ആയിട്ടായിരിക്കും ഫസ്റ്റ് പൊസിഷൻ ഉണ്ടാവുക. അത് കഴിഞ്ഞ് പിന്നെ അസിസ്റ്റൻറ്റ് കൊമേഴ്ഷ്യൽ മാനേജർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പേഴ്സണൽ മാനേജറായിട്ട് നമുക്ക് അടുത്ത പ്രൊമോഷൻ കിട്ടും. അതായത് ഏകദേശം ഒരു 5 to 7 years കൊണ്ട് ഈ പറയുന്ന പ്രൊമോഷൻ നമുക്ക് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 ആഫ്റ്റർ ഒരു 10 വർഷത്തിന് ശേഷം ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജർ അല്ലെങ്കിൽ ഡിവിഷണൽ പേഴ്സണൽ ഓഫീസറായിട്ടൊക്കെ മാറി നമുക്ക് UPSC ലെവൽ പരീക്ഷയൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കും. ആ ഒരു പോസ്റ്റിലേക്ക്, അതായത് വലിയൊരു ഹയർ ലെവൽ പോസ്റ്റിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. ഇനി ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ മാസ്റ്റർ അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്കും ഉയർന്ന് പോകാൻ സാധിക്കും. അത് ചില എന്താണ് CCTS കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് നമുക്ക് ഉയർന്നു വരാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റാണ് ഈ പറയുന്ന ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അപ്പം ഒരു നല്ല രീതിയിലുള്ള ഒരു നല്ല പോസ്റ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കാം, RRB NTPC പോലുള്ള ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ എഴുതിയാണ് ഹയർ ലെവലിലേക്ക് നമ്മൾ എത്തുന്നത് അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല, അതായത് ലെവൽ 6 പോസ്റ്റിലേക്ക് വരുന്ന പോസ്റ്റും കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് ഫെസിലിറ്റീസ്? ഒരു റെയിൽവേ ഉദ്യോഗസ്ഥന് എന്തൊക്കെയായിരിക്കും ഫെസിലിറ്റീസ് ഉണ്ടാവുക? ഒന്നാമത്തെ കാര്യം എന്താണ്? റെയിൽവേ ക്വാർട്ടേഴ്സ് കിട്ടും. അതും ടൈപ്പ് 3 ക്വാർട്ടേഴ്സാണ് കിട്ടുന്നത്. നെക്സ്റ്റ് എന്താണ്? റെയിൽവേ ഹോസ്പിറ്റലിൽ, അതായത് ആരാണ് ഉദ്യോഗസ്ഥനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും റെയിൽവേ ഹോസ്പിറ്റലിൽ ഫ്രീ കൺസൾട്ടേഷനും കാര്യങ്ങളും. കൂടാതെ റെയിൽവേ ഗ്രൗണ്ട് ജിമ്മ് അതൊക്കെ യൂസ് ചെയ്യാം അല്ലേ. അതുകൂടാതെ തന്നെ അവരുടെ മക്കളുടെ എഡ്യൂക്കേഷൻ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അപ് ടു ഇത്ര എമൗണ്ട് എന്നുണ്ട്, അതായത് പെർ ചിൽഡ്രന് 30,000 അടുപ്പിച്ച് വരുന്ന എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ തന്നെ റെയിൽവേയുടെ ട്രാവലിംഗ് പാസ്, അത് ഫാമിലി മെമ്പേഴ്സും ഉദ്യോഗസ്ഥനും ഈ പറഞ്ഞ റെയിൽവേ ട്രാവലിംഗ് പാസ് കിട്ടും. കൂടാതെ ഫെസ്റ്റീവ് ബോണസ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇതിൽ വരുന്ന ഫെസ്റ്റീവ് ബോണസ്, ഏതൊക്കെ ഫെസ്റ്റിവൽ ഉണ്ടോ അതിനൊക്കെയുള്ള ബോണസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് അലവൻസിന് നല്ല രീതിയിലുള്ള അലവൻസ് ഉണ്ട്. ഫെസിലിറ്റീസ് ആണെങ്കിൽ രാജകീയമാണ് അല്ലേ. അപ്പോൾ നല്ലൊരു എന്താണ് നന്നായിട്ട് നിങ്ങൾ പഠിച്ച് മുന്നേറുകയെന്നുണ്ടെങ്കിൽ നമുക്ക് രാജകീയമായിട്ട് തന്നെ നമുക്ക് എന്താണ് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റും കൂടിയാണ് CCTS എന്ന് പറയുന്ന പോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടാം? അപ്പോൾ ആദ്യം അറിയേണ്ടത് പരീക്ഷ എന്താണ്? RRB NTPCയുടെ പരീക്ഷയാണ്, ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയാണ്. നിങ്ങൾ ഇപ്രാവശ്യത്തെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഒന്ന് ഓർത്തോളുക, ഇത്രയും നല്ല പോസ്റ്റുകൾ ഉള്ളതാണ് RRB NTPC എന്ന് പറയുന്നത്, റെയിൽവേ NTPC നോൺ ടെക്നിക്കൽ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റെയിൽവേയുടെ തന്നെ ഒരു ഉന്നത സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പോസ്റ്റും കൂടിയാണ്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് അത് അക്വയർ ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനാദ്യം അറിഞ്ഞിരിക്കേണ്ടത് എക്സാം പാറ്റേൺ, 2 ലെവൽ എക്സാം പാറ്റേൺ ആണ്. ഒന്ന് CBT1, CBT2. CBT1 3 സബ്ജക്റ്റുകളാണ് വരുന്നത്. ഏതൊക്കെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി, ജനറൽ അവെയർനെസ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 30 ക്വസ്റ്റ്യൻസ്, റീസണിങ് എബിലിറ്റി 30 ക്വസ്റ്റ്യൻ, ജനറൽ അവെയർനെസ് 40 ക്വസ്റ്റ്യൻ. ടോട്ടൽ 100 മാർക്കിന് 90 മിനിറ്റ് ആണ് ടോട്ടൽ ടൈം വരുന്നത്, 1.5 മണിക്കൂറാണ് ടൈം വരുന്നത്. ഓക്കെ, ഇനി CBT2 ആണെങ്കിലോ? CBT2 ആണെങ്കിലും സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. നിങ്ങൾ പഠിക്കുന്ന സെയിം പ്രോസസ്സ്, അതായത് QA, RA, GA, ടൈം. ഇതിൽ QA നമുക്ക് പറയുമ്പോൾ 35 ക്വസ്റ്റ്യൻസ്. ഇവിടെ നമുക്ക് എത്രയാണ്? ക്വസ്റ്റ്യൻ നമ്പർ മാത്രമേ നമുക്ക് മാറ്റമുള്ളൂ. 35 ക്വസ്റ്റ്യൻസ്, റീസണിങ് 35 ക്വസ്റ്റ്യൻ, GA 50 ക്വസ്റ്റ്യൻ, ടൈം 90 മിനിറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. 90 മിനിറ്റാണ് വരുന്നത്. ടോട്ടൽ നമുക്ക് 120 ക്വസ്റ്റ്യൻസ് ആണ്, 120 മാർക്കിനാണ് 90 മിനിറ്റാണ് അവിടെ വരുന്നത്. അപ്പോൾ CBT1 നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ CBT2 അതിനൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്യാം. വേറെ എക്സ്ട്രാ ഒന്നുമില്ല അല്ലേ, കുറച്ചൊരു എഫേർട്ടും കൂടി ഇടണം CBT2 എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, നെക്സ്റ്റ് സിലബസ് നോക്കിക്കേ. നോർമലി നിങ്ങളൊരു സെൻട്രൽ ഗവൺമെൻറ് എക്സാമിന് പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഉള്ള എക്സാം, ഇപ്പോൾ SSC എക്സാം ആയിക്കോട്ടെ, ബാങ്കിൻ്റെ എക്സാം ആയിക്കോട്ടെ, ഒരു നോർമൽ ഒരു സിലബസ് ഉണ്ടാവും. ആ സിലബസ് ഒക്കെ തന്നെയാണ് റെയിൽവേ പരീക്ഷയ്ക്കകത്തും വരുന്നത്. ഇപ്പോൾ നമ്പർ സിസ്റ്റം QA നോക്കുവാണെങ്കിൽ ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, എലമെൻ്ററി ഓൾജിബ്ര, ജോമെട്രി, ട്രിഗ്നോമെട്രി, എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, എക്സെട്ര. DI ഒക്കെ വരും കേട്ടോ. DI ഇതൊക്കെ വരും. ഇത് തന്നെയല്ലേ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടി പഠിക്കുന്നതും. അപ്പോൾ
ആ സെയിം ഇഫേർട്ട് തന്നെ നമുക്കിവിടെ ഇട്ടാൽ പോരെ. ക്യുവയുടെ സിലബസ് ഈ രീതിക്കാണ് വരുന്നത്. ഇനി നമ്മുടെ റീസണിങ് സിലബസ് നോക്കിക്കേ. അനലോഗീസ്, കംപ്ലീഷൻ ഓഫ് നമ്പർ ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ്, കോഡിംഗ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, റിലേഷൻഷിപ്സ്, അനലിറ്റിക്കൽ റീസണിങ്, സിലോജിസം, ജംബ്ലിംഗ്, വെൻ ഡയഗ്രാം, പസിൽ, ഡേറ്റ സഫിഷ്യൻസി, സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെൻറ്റ്, കോഴ്സ് ഓഫ് ആക്ഷൻ, ഡെസിഷൻ മേക്കിംഗ്, മാപ്സ്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഗ്രാഫ്സ്, ഇതെല്ലാം. അപ്പം DI ഇതാണ് കേട്ടോ, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഗ്രാഫ്സ് ആണ് DI എന്ന് പറയുന്നത്. അത് റീസണിങ് എബിലിറ്റിക്കകത്താണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റീസണിങ് എബിലിറ്റിക്കകത്ത് വരുന്നത്. ഇനി GAയുടെ പോർഷനും കൂടെ നോക്കിക്കേ. കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്, ഗെയിംസ്, സ്പോർട്സ്, അതുപോലെ ആർട്സ് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ലിറ്ററേച്ചർ, മോണുമെൻറ്റ്സ് ആൻഡ് പ്ലേസ് ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസസ് അപ് ടു 10th ക്ലാസ് വരെ. 10th ക്ലാസ് CBSE ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. നെക്സ്റ്റ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഫ്രീഡം സ്ട്രഗിൾ, ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ്, ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം, general scientific and technological developments including space and nuclear program of India, UN and other important world organizations, environmental issues concerning India and world at large, basics of computers and computer applications, common abbreviations, transport systems in India, Indian economy, famous personalities of India and world, flagship government programs, flora and fauna of India, important government and public sector organizations of India, etc. അതായത് നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ് ഇതൊക്കെ തന്നെയാണ്. അതും 10th തരം വരെയുള്ള, അത് CBSE ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമുക്ക് ഏകദേശം ഒരു 5 to 10 വരെ ക്ലാസ്സസ് ഉള്ള CBSE ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിനി അടുത്ത് വരാൻ പോകുന്ന ആ പരീക്ഷയുടെ എക്സാം വരുമ്പോൾ എന്തായാലും നിയർലി ഒരു അടുത്ത വർഷം മെയ് ജൂൺ മാസമാവും. നമുക്ക് ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം സെപ്റ്റംബറിൽ വിളിച്ചിട്ടുള്ളത്, ഈ ജൂണിലാണ് പരീക്ഷ നടത്തിയിട്ടുള്ളത് ഗ്രാജുവേറ്റ് ലെവൽ. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് വരുമ്പോൾ ഈ ഓഗസ്റ്റിൽ നമുക്ക് എക്സാം നടക്കുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു എത്ര മാസത്തിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ കിട്ടുന്നുണ്ടോ നോക്കിക്കേ. അപ്പോൾ ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു RRB NTPCയുടെ സൂപ്പർ 30 ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് നിങ്ങൾക്ക് ലൈവ് റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ്. കൂടാതെ മെൻറ്റർഷിപ്പ് സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും, മോക്ക് എക്സാംസുകൾ ഉണ്ടായിരിക്കും, PYQs, അതുപോലെ കോർ ടോപ്പിക് ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, കംപ്ലീറ്റ് സിലബസ് കവറേജ് ഉണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടായിരിക്കും, ഡെയിലി ക്വിസുകൾ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ പ്രിലിംസ് തൊട്ട് മെയിൻസ് വരെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന സൂപ്പർ 30 ബാച്ചിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ നമുക്ക് വേറെ സോഴ്സസ് ഒന്നും തേടി പോകേണ്ട കാര്യമില്ല. എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റുകളായിക്കോട്ടെ, PYQs ആയിക്കോട്ടെ, ക്ലാസ്സുകളായിക്കോട്ടെ, അത് റെക്കോർഡ് വിത്ത് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഡൗട്ട് ക്ലിയറൻസിന് മെൻറ്റേഴ്സും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് RRB NTPCയുടെ സൂപ്പർ 30 ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വർഷം ഗ്രാജുവേറ്റ് ലെവലിലെ CCTS പോസ്റ്റിലേക്ക് നമുക്ക് ഇരിക്കണ്ടേ. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഏറ്റവും ഹയർ സാലറി വരുന്നൊരു പോസ്റ്റ് കൂടിയാണ് CCTS എന്ന് പറയുന്നത്. ഏകദേശം ഞാൻ പറഞ്ഞു, നമുക്ക് ബേസിക് തന്നെ, അതായത് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ഇൻഹാൻസ് സാലറി 70K അടുപ്പിച്ച് വരികയാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മുടെ സാലറി എത്രത്തോളം നമ്മൾ അങ്ങോട്ട് പ്രൊമോഷൻ വൈസ് പോകുമ്പോൾ എത്രത്തോളം കിട്ടും എന്നുള്ള കാര്യം. അപ്പം നിങ്ങൾ ആ ഒരു ഇത്രയും ഒരു ഇഫോർട്ടും കാര്യങ്ങളും നിങ്ങൾ ഇടുവാണ്. അപ്പം നിങ്ങൾ മാക്സിമം ഇഫോർട്ട് ഇട്ട് നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കയറി പോകാവുന്നതേ ഉള്ളൂ. ഇനി ഇത് CCTSന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഒത്തിരി പോസ്റ്റുകൾ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ അണ്ടറിലായിരുന്നാലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ അണ്ടറിലായാലും വരുന്നുണ്ട്. ഇപ്പം ജൂനിയർ അക്കൗണ്ട്സിൻ്റെ പോസ്റ്റുകൾ വരുന്നുണ്ട്, സീനിയർ അക്കൗണ്ട്സ് വരുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ക്ലർക്കുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പോസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ പോസ്റ്റുകളെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഗസ്റ്റ് 14 രാത്രി 8 മണിക്ക് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാനാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വെബിനാറിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ റെയിൽവേ എക്സാമിനെ പറ്റിയിട്ടുള്ളതായിരുന്നാലും റെയിൽവേ എക്സാംസിന് അകത്ത് വരുന്ന എല്ലാ പോസ്റ്റുകൾ അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വെബിനാറിനകത്ത് ചോദിക്കാം. നിങ്ങൾക്ക് കംപ്ലീറ്റ് എങ്ങനെയാണ് നമ്മുടെ ഒരു റെയിൽവേ എക്സാം പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ
ഓഗസ്റ്റ് 14 രാത്രി 8 മണിക്കുള്ള വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണം. അത് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത് മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന എൻക്വയറി നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇപ്പം ഗൂഗിൾ ഫോമിൽ ഒരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം എഴുതി ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുമല്ല, നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനും ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിനെ പറ്റി പറയാനുള്ളത്. ഇനി ബാക്കി നമ്മുടെ വെബിനാറിനകത്ത് കാണാം. വെബിനാറിൻ്റെ കാര്യം മറക്കണ്ട, ഓഗസ്റ്റ് 14 രാത്രി 8 മണിക്കാണ്. രജിസ്ട്രേഷൻ ലിങ്ക് മറക്കണ്ട, താഴെ കമൻറ്റ് സെക്ഷനിലും അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സെഷൻ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു സെഷനായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.